ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഇതെൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. മൂന്നാമത്തെ നോർമൽ വീഡിയോ, അതായത് നാലാമത്തെ വീഡിയോ. ഒരു ഷോർട്ട് വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമല്ല, വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് 2 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. 2 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ആരും അറിയില്ല, 2 ആൾക്കാർ. അതിൽ പേര് കാണിക്കില്ലല്ലോ, സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് കാണിക്കില്ല. പക്ഷേ അതിൽ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഷോർട്ട് വീഡിയോയിൽ. അതും പോസിറ്റീവായിട്ടുള്ളൊരു കമൻറ്റ്. അവരുടെ പേരെന്ന് വെച്ചാൽ നജ ദുബായ് എന്ന് പറഞ്ഞിട്ടാണ്. കാഞ്ഞങ്ങാടുള്ള ഒരാളാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ കാഞ്ഞങ്ങാടെന്നും പറഞ്ഞിട്ട് ടാഗ് ചെയ്തിട്ട് ഇട്ടൊരു വീഡിയോ ആണ്. അപ്പം അവരുടെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് എനിക്ക് നല്ലോണം ഭയങ്കര ഒരു ഇതായി. എനിക്ക് ഓൾറെഡി വേറെ ചാനലുണ്ട്, 165 അങ്ങനെന്തോ സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ. അപ്പോൾ ആരും എൻ്റെ വീഡിയോ കണ്ടാന്നും പറഞ്ഞിട്ട് ഞാൻ പുതിയ ചാനലാക്കിയിട്ട് ഇട്ടതാണ്. പക്ഷെ അത് 600 ചില്ലറ ആളുകൾ കണ്ടു. അത് കാഞ്ഞങ്ങാടും ടാഗ് ചെയ്തിട്ട് ഇട്ടുകൊണ്ടായിരിക്കാം. അതുപോലെ ഷോർട്ട് വീഡിയോ അങ്ങനെ 20 ലൈക്ക് എന്തോ കിട്ടി. അതിൽ വലിയ കാര്യമാണ് നമുക്ക്. കാരണം അതെ, ആരും നോക്കില്ല എന്നും പറഞ്ഞിട്ട് ഇട്ടതാണ്. പക്ഷെ പിന്നെ ഒരു വേറെ കാര്യമുണ്ട്. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ കൂടി ഉണ്ട്. അതായത് എൻ്റെ ഒരു വിപ്രോൻ്റെ ഒരു ബൾബ് ഉണ്ടായിരുന്നു മുമ്പ്, സ്മാർട്ട് ബൾബ്. അത് കംപ്ലൈൻ്റ് ആയിട്ട് വാറണ്ടിക്ക് കൊടുത്തു. എന്നിട്ട് ഇന്ന് തിരിച്ചു വന്നു. അവരൊന്നും പറഞ്ഞിട്ടില്ല, റീപ്ലേസ് ചെയ്തു. വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വരും, സാധനം കിട്ടിയ സെൻഡ് ആക്കിയതും കിട്ടിയതെല്ലാം. പക്ഷെ കിട്ടിയ പിന്നെ അവർ മെസ്സേജ് നമുക്ക് അയച്ചിട്ടില്ല. ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോൾ ഒന്നും ഇങ്ങോട്ട് റിപ്ലൈ അല്ല, ഞാൻ അങ്ങോട്ട് മെസ്സേജ് കൊടുക്കുമ്പോൾ ഒന്നും കിട്ടാറില്ല. ഞാൻ മെയിൽ അയച്ചിട്ടാണ് വാറണ്ടി. ഇവരുടെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് പണിയാണ്, കണ്ടോ. ഇതിലിപ്പോൾ ബോക്സിന് 2000 രൂപ വർത്തെല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അഡ്രസ്സ് കാണുന്നുണ്ട്. വേറെന്താ, ഫോക്കസ് ആണല്ലോ. അഡ്രസ്സ് കാണുന്നുണ്ട്. പിന്നെ സാധനത്തിൻ്റെ വാല്യൂ. ഇത് വിപ്രോൻ്റെ 12 വാട്ട് ബൾബ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ ബോക്സ് കണ്ടിട്ട് പഴയ സാധനം തന്നെ റിട്ടേൺ ആക്കിയതാണെന്ന് തോന്നുന്നു. ഞാൻ വലിയ പ്രതീക്ഷയൊന്നും വെക്കുന്നില്ല. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ബോക്സ്. ഇത് ബോക്സ് ഫുള്ള് സീൽഡ് ബോക്സ്. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അവർക്കൊന്ന് റിട്ടേൺ ആക്കാം. പൊട്ടിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, അവർ കേൾക്കും ഈ ഇത്രയും സെറ്റപ്പ് വ്ളോഗെല്ലാം ചെയ്തിട്ട്. ഇത് ബോക്സ് ഇതാ യെല്ലോ കളർ കാണുന്നുണ്ട്. അതായത് ബൾബിൻ്റെ ബോക്സ് തന്നെ. ഞാൻ തിരിച്ചു കൊടുക്കുമ്പോൾ ബോക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പാക്കിങ് ഭയങ്കര മോശമാണ്. ഇത് ഞാൻ ഓൾറെഡി ഒരെണ്ണം ആദ്യം, ഇപ്പോൾ ഈ രണ്ടാമത് കഴിഞ്ഞ ബിഗ് ബില്യൺ ഡേയ്സിന് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന് ആമസോണിൽ ഞാൻ ഓർഡർ ചെയ്തത്. എൻ്റെ പാക്കിങ് കണ്ടോ. അതായത് ഞാൻ കൊറിയർ സ്ഥലത്ത് കൊറിയർ എടുക്കാൻ പോകുമ്പോൾ അവരിനെ വലിച്ചെറിഞ്ഞാൽ കണ്ടോ. നമുക്ക് ഡാമേജ് അല്ല, ഈ ബോക്സ് ഫുൾ ചളങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വില കണ്ടോ, MRP നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഞാൻ ഫോക്കസ് ചെയ്യണമെങ്കിൽ 2000. ഫോൺ ചൂടായിട്ടാ. പോസാക്കട്ടെ, ഇത് കട്ടാക്കട്ടെ വീഡിയോ. 2 മിനിറ്റ് അല്ല, വേണ്ട, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത്രയെല്ലാം ക്ലാരിറ്റി മതി. അപ്പം തുറന്നു നോക്കാം. ഓക്കെ, ഇത് പുതിയ ബൾബ് തന്നെയാണ്. ഐ എം സോ ഹാപ്പി. ഇത് വാങ്ങിക്കാനുള്ള കാരണം വെച്ചാൽ ഇതിൽ സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇതിൽ RGB എന്തെല്ലാം ഉണ്ട്. പക്ഷേ ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്ത് വന്നില്ലേ, അതെനിക്ക് കിട്ടിയത് ഏതെന്നറിയോ, ഫുള്ള് പൊടിയായിട്ടുള്ള സാധനം. എനിക്ക് തോന്നുന്നു ഇതിലും കുറച്ച് മാർക്ക്, പക്ഷെ അത്രയും പെർഫെക്റ്റ് അല്ല ഇതെന്നാലും. യൂസ് ചെയ്ത പോലത്തെ സാധനമാണ്, പൊടിയെല്ലാം പിടിച്ചിട്ട്. പിന്നെ പാക്കേജ് പറയണ്ടല്ലോ, അതുപോലെ ഇതിലൊരു മാനുവൽ പോലെ ഉണ്ട്. ക്വിക്ക് സ്റ്റാർട്ടും മറ്റേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ. കഴിഞ്ഞത് ഞാൻ അത്രയും ആഗ്രഹിച്ചു. അതായത് ഇതിന് 600 സംതിങ് രൂപേൻ്റെ ബൾബാണ്. ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് 300 സംതിങ്ങിന് കിട്ടി. അതായത് ഇപ്പോൾ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന്. പക്ഷേ ആ സാധനം ഡെലിവറി പൊടിയെല്ലാം വേണ്ടി ഞാൻ റിട്ടേൺ ആക്കി. അത് റീപ്ലേസ്മെൻ്റ് ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. ഈ ഓഫർ സമയത്ത് ഇവർ കൊടുക്കുന്നതിലൊന്നും റീപ്ലേസ്മെൻറ്റ് കൊടുക്കലില്ല. ഇനിയിപ്പോൾ ഇത് ഞാൻ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കാം. അപ്പോൾ ഇപ്പോൾ 5 മിനിറ്റ് കുഴപ്പമില്ല, ഫിറ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കാം. പക്ഷേ അതിന് മുമ്പ് എൻ്റെ ക്യാമറ ചൂടായി. ക്യാമറ അല്ല, ഫോൺ ചൂടായി. അപ്പോൾ 5 മിനിറ്റ്സ് റെസ്റ്റ്. ചൂട് കുറച്ച് കുറഞ്ഞു.
അപ്പോൾ കുറേ ഇതെല്ലാം എൻ്റെ മേലെ വെച്ചിട്ട് ഇപ്പം ഓൾറെഡി ഇല്ല ബൾബ് മാറ്റാം. അങ്ങനെ പഴയ ബൾബ് വരാം. പക്ഷേ ഇപ്പം തൽക്കാലം ഞാൻ ഇവിടെ വെക്കുന്നത്. വേറെ സോക്കറ്റ് ഉണ്ട് അപ്പുറം സൈഡിൽ. അപ്പോൾ നോർമൽ ബൾബ് ഇവിടെ വെക്കുക, മറ്റത് അപ്പുറത്തേക്ക്. കയറുന്നില്ലല്ലോ. യെസ്, അപ്പോൾ ബൾബ് ഇട്ടു. ഇത് ഓണാവുമെന്ന് ഫസ്റ്റ് ട്രൈ ആണ്. യെസ്, അടിപൊളി സാധനം ഓണായി ഗായ്സ്. 12 വാട്ട്. ഓക്കെ, ബ്ലിങ്ക് ആവുന്നുണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ലക്ഷണം. അപ്പോൾ ഇതിൻ്റെ ആപ്പ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതുവരെ ഓഫ് ആയിട്ട്. യെസ്, അപ്പോൾ അങ്ങനെ പുതിയ ബൾബ് ഇട്ടു. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ബ്രൈറ്റ്നെസ്സും ഉണ്ട്. ഇത് പഴയ ബൾബ് അപ്പം ഇടാം. ഞാൻ വിചാരിച്ചിട്ട് ഇത് വർക്ക് ചെയ്യുന്നു. കാരണം ഇവർ ജസ്റ്റ് ബൾബിൻ്റെ ബോക്സിൽ തന്നെയാണ് അയച്ചത്. അതും നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ബൾബ് ഫീൽ ചെയ്യും. അപ്പോൾ ഈ കൊറിയർ എറിയുമ്പോൾ അതിൻ്റെ പാക്കേജിൻ്റെ തന്നെ അവസ്ഥ ആണെന്ന് മനസ്സിലാവും. ഡാമേജ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. ആമസോണിൻ്റെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ട് വന്ന സാധനം കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പ്രൊഡക്ടിവിറ്റിക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു സ്കെഡ്യൂൾ ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ടൈം സ്കെഡ്യൂൾ ചെയ്തിട്ട് ഇപ്പോൾ 5 മണിക്ക് ഫോൺ നോർമൽ അലാം വെക്കൂലേ, അപ്പോൾ ഒരു 4:45 ബൾബ് ഓൺ ആക്കുക. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മുമ്പ് 5 മണിക്ക് അലാം ആണെങ്കിൽ 4:55 അലാം വെക്കുക. യെസ്, അലാം ലൈറ്റ് ഓൺ ആക്കുക, എന്നിട്ട് അലാം അടിക്കുക. അപ്പോൾ എന്തായാലും എഴുന്നേൽക്കും. ഞാൻ അലാമിൻ്റെ സൗണ്ട് കേട്ട സ്നൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും. ഈ ബൾബിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. പ്രൊഡക്റ്റീവ് സംഭവമാണ്. കാരണം ഹെൽപ്പ് ചെയ്യും നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ. എല്ലാം സെയിം ബൾബ് നമ്മൾ പ്രൊഡക്ടിവിറ്റി നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാം. താങ്ക് യു.